വീണു ഇപ്പം ഒത്തിരി വർഷമായിട്ട് നമ്മൾ ഒത്തിരി ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ടാവും. Correct. ഇപ്പൊ ഇതിലെ അഭിമുഖീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ചലഞ്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്ട്സുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനിൽ ബുദ്ധിമുട്ട് വന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു എന്നൊന്ന് ഓർത്ത് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? യൂഷ്വലി നമ്മൾ എല്ലാ ഇൻസ്റ്റലേഷൻസും നമ്മളൊരു പ്ലാനിങ് ഉണ്ട്. ഇനിഷ്യൽ പ്ലാനിങ് നമ്മൾ നന്നായിട്ട് ചെയ്യും. ഓക്കെ. ആ ഇനിഷ്യൽ പ്ലാനിങ് ചെയ്ത് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതിന്റെ ആ ഡ്രോയിങ് പ്രിപ്പറേഷനിൽ തന്നെ കുറെ ഇഷ്യൂസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫേസ് ചെയ്ത ഒരു പ്രോജക്റ്റ്, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലിന്റെ പുതിയ കിംസ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ഒരു 500 ബെഡ് ഹോസ്പിറ്റലാണ്. അവിടെ ഞങ്ങളൊരു സോളാർ ഹീറ്റ് പമ്പ് കോമ്പിനേഷൻ ഹൈബ്രിഡ് സിസ്റ്റം വിത്ത് ഇൻഡയറക്റ്റ് ഹീറ്റിംഗ്, ഓക്കെ, ആ ഒരു സിസ്റ്റം. അതിന് വേറൊരു അഡ്വാൻറ്റേജ് കൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ദാറ്റ് വാസ് എ ചലഞ്ച് ഫോർ അസ് ആക്ച്വലി. ഞങ്ങൾ ഇതുവരെയും PLC വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല. അപ്പം ഒരു മിനിമം വേയിൽ ഓട്ടോമേഷൻ നമ്മൾ ചെയ്യാറുണ്ട് പ്രോജക്റ്റുകൾ. അതായത് ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് സോളാറിലേക്കുള്ള പാനലിലേക്കുള്ള ഹോട്ട് വാട്ടർ പോകുന്നു, കോൾഡ് വാട്ടർ പോകുന്നു, തിരിച്ച് ഹോട്ട് വാട്ടർ ടാങ്കിലേക്ക് വരുന്നു. സോളാർ ഇല്ല, അതായത് സോളാറിന്റെ എനർജി മുഴുവൻ എടുത്തതിന് ശേഷം എക്സസ് ഉള്ള എനർജി നമ്മൾ ഹീറ്റ് പമ്പിൽ കൂടെയാണ് പമ്പ് ചെയ്യുന്നത്. ഹീറ്റ് പമ്പ് വഴി യൂട്ടിലൈസ് ചെയ്യുക. അത് ഒരു മിനിമം ഓട്ടോമേഷൻ നമ്മൾ ചെയ്തു വരുമായിരുന്നു പ്രോജക്റ്റ്. പക്ഷെ ഈ പ്രോജക്റ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് സിസ്റ്റമാണ്. ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്ക് ഉണ്ടാവും, ഹോട്ട് വാട്ടർ വെക്കാനൊരു ടാങ്ക് ഉണ്ടാവും. ഈ ടാങ്കിനുള്ളിൽ ഒരു കോയിൽ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഈ കോയിൽ വഴിയാണ് ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയിരിക്കും. സ്റ്റാഗ്നന്റ് അല്ല, അതിനൊരു ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ടാവും. അതിനൊരു മൂവ്മെന്റ് ഇല്ല. ആ വെള്ളത്തിനുള്ള മൂവ്മെന്റ് ഉള്ളി ഔട്ട്വേർഡ് മൂവ്മെന്റ്, അതായത് ടാങ്കിലേക്ക് തുറന്നാൽ മാത്രം അല്ലെങ്കിൽ വെളിയിലേക്ക് വരും. അപ്പം മോർ സർക്കുലേഷൻ ഈസ് ഹാപ്പൻഡ് ഇൻ ദ ഇൻസൈഡ് കോയിൽ. അപ്പൊ ഒരു ടാങ്ക് ഉണ്ടാവും, ആ ടാങ്കിനകത്ത് ഒരു കോയിൽ ഉണ്ടാവും. കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന സാധനം ഉള്ളിലാണ്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് വെള്ളം ചൂടാവും. അപ്പം അത് ദിസ് പ്രോജക്ട് വാസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ വെച്ചിട്ടായിരുന്നു. PLC നമ്മൾ ഒരു ബാംഗ്ലൂർ ഫോമുമായിട്ട് ഒരു ടൈപ്പ് ചെയ്തിട്ട് അവരാണ് PLC സോഫ്റ്റ്വെയറും എല്ലാം ഡിസൈൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് ഈ സെൻസേഴ്സ്, കുറെ സെൻസേഴ്സ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇന്ന സ്ഥലത്ത് ഇന്ന ടെമ്പറേച്ചർ, പിന്നെ കുറെ സ്വിച്ചിങ് മെക്കാനിസം, അതായത് ചില വാൽവുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ചെയ്യണം. അങ്ങനെ ഓരോ സർക്യൂട്ടിലും വാൽവ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലോസിംഗ് വാൽവ്. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ വാൽവ് കട്ട് ഓഫ് ആവും. അപ്പൊ ആ കട്ട് ഓഫ് ആവുന്ന തന്നെ ഒരു ടെക്നിക്കലി സ്പീക്കിംഗ് കുറെ എഫക്ട്സ് ഉണ്ട് ആ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്ത്. അപ്പൊ ആ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ചലഞ്ചസ് നമ്പർ 1 വാസ്, ഇതൊരു കോവിഡിന്റെ പീക്ക് ടൈമിൽ വന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ കോവിഡ് ടൈമില് നമ്മള് ഇതിന്റെ മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ എടുത്തത് റാക്കോൾഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ടാങ്ക്, പിന്നെ മാനുഫാക്ചറിങ്, ഹീറ്റ് പമ്പ്, സോളാർ പാനൽ, ഇത്രയും സാധനങ്ങൾ നമ്മൾ റാക്കോൾഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് സോഴ്സ് ചെയ്തത്. അപ്പൊ നമ്മളൊരു ആദ്യം ഒരു ഡിസൈൻ എടുത്തു. ഇത്ര ഹീറ്റ് ട്രാൻസ്ഫർ ആ ടാങ്കിനുള്ളിൽ നടക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. അപ്പൊ നമ്മൾ ടാങ്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡേഴ്സ് ഒക്കെ കൊടുത്തു. ടാങ്ക് വന്നു. അപ്പൊ ട്രിവാൻഡ്രത്തെ ഒരു ചലഞ്ചസ് അറിയാലോ നമുക്ക്, ഈ കുറച്ച് ലേബർ യൂണിയൻ പ്രശ്നങ്ങളാണ്. അത് ഓൾറെഡി ഒരു ലേബർ യൂണിയൻ പ്രശ്നമുള്ള സൈറ്റാണ്. അത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാനും മേളിൽ കയറ്റാനും അങ്ങനെയൊക്കെയുള്ള ഒരു 7 നില 8 നില ബിൽഡിംഗ് ആണ്. അതിന്റെ റൂഫ് ടോപ്പിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ. പിന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് അവർ അലോക്കേറ്റ് ചെയ്തത്. കാര്യം അവരുടെ AC യൂണിറ്റും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും റൂഫ് ടോപ്പ് ഫുൾ എൻഗേജ്ഡ് ആണ്. അതെ. അപ്പൊ നമുക്ക് വി ഗോട്ട് എ വെരി ലിമിറ്റഡ് സ്പേസ് ഫോർ കീപ്പിംഗ് ഇൻ സോളാർ പാനൽ. അതൊരു കുറച്ച് ഡിസ്റ്റൻസിലാണ് വന്നത്. ഈ പിന്നെ ഹീറ്റ് പമ്പും ടാങ്കും, അങ്ങനെ ഒരു 4 ടാങ്ക് ഉണ്ടാവും. 2 അതായത് ജയമൻ അറിയാലോ, 2 സെക്ഷൻ ആയിട്ടാണ്. അതായത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ എപ്പോഴും പ്രഷർ കുറവായിരിക്കും. അതായത് ഒരു ബിൽഡിങ്ങിന് ഒരു 5 നില ബിൽഡിംഗ്, ഒരു 10 നില ബിൽഡിംഗ് വെച്ചു, 3 ഫ്ലോറിൽ പ്രഷർ കുറവായിരിക്കും. ബാക്കിയുള്ള പ്രഷർ കൂടുതലായിരിക്കും.
അപ്പൊ ഇത് ബേസിക്കലി ഡിസൈൻ കോൺസെപ്റ്റ് ഒക്കെ ചെയ്തത് സ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസൾട്ടിങ് ഫേമാണ്, ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അവര് നന്നായിട്ട് ഹോസ്പിറ്റൽസ് കൂടുതൽ ചെയ്യുന്നതാണ്, അവരാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ മാത്രമേ പ്രഷറൈസ്ഡ് ലൈൻ ഉള്ളൂ. അപ്പൊ ഈ ടോട്ടൽ 4 ടാങ്കിൽ 2 ടാങ്കുകൾ പ്രഷറൈസ്ഡ് ലൈനും ബാക്കിയുള്ള 2 ടാങ്ക് ഗ്രാവിറ്റി ഫ്ലോയുമാണ്, റെഗുലർ ഗ്രാവിറ്റി ഫ്ലോ ഇല്ല. ആ ഔട്ട്പുട്ട് നമ്മൾ ഏറ്റവും താഴെയുള്ള 4 നിലകളിലേക്ക് കൊടുത്തു. അതിന്റെ മേളിലുള്ള 4 നിലകളിലേക്ക് ഈ പ്രഷറൈസ്ഡ് കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ ടോട്ടൽ സിസ്റ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ടോട്ടൽ സിസ്റ്റത്തിനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരു സെറ്റ് ഓഫ് സോളാർ പാനൽ ഉണ്ട്, 50 പാനലുണ്ട്. പിന്നെ 4 നമ്പേഴ്സ് ഓഫ് ഹീറ്റ് പമ്പ് ഉണ്ട്. ഓരോ ഹീറ്റ് പമ്പും 20 കിലോ വാട്ട് വെച്ചിട്ടുള്ള ഹീറ്റ് പമ്പും ഉണ്ട്. പിന്നെ ഇത് ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ ഇതിനുള്ളിലേക്ക് ഈ ബിൽഡിങ്ങുകളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 10 നിലയുള്ള ബിൽഡിങ്ങിൽ 10ാമത്തെ നിലയിൽ ഏറ്റവും താഴെയുള്ള നിലയിൽ ഹോട്ട് വാട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൈനിലുള്ള വെള്ളം പോയതിനു ശേഷമല്ലേ ഹോട്ട് വാട്ടർ കിട്ടുള്ളൂ. അപ്പൊ ആ വെള്ളം നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. അതായത് ഒരു ടൈമറോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസറോ വെച്ചിട്ട് സർക്കുലേറ്റ് ചെയ്യും. എന്നെങ്കിൽ മാത്രമേ ഇമ്മീഡിയറ്റ് നമ്മളിപ്പം പിന്നെ ഗോ ആൻഡ് സ്റ്റേ ഹോട്ടലിൽ ഇപ്പൊ കിട്ടുമല്ലോ. അതെങ്ങനെ ഒരു ഓഫൻ ടൈമിൽ ഇത് സർക്കുലേറ്റ് ചെയ്യും. അപ്പം സെൻട്രലൈസ്ഡ് ഹോട്ട് വാട്ടർ സിസ്റ്റം ആകുമ്പോൾ എപ്പോഴും ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു തെർമോസ്റ്റാറ്റിക് സെൻസർ വെച്ചിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന മാത്രമല്ല, ഈ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏറ്റവും ആ ബാത്റൂമിന്റെ തൊട്ടടുത്തു നിന്ന് എടുക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ചിലപ്പോൾ ഒരു ലിറ്ററോ 2 ലിറ്ററോ വെള്ളം പോയതിനു ശേഷമേ ചൂടുവെള്ളം കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ചലഞ്ചസ് കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അത് അങ്ങനെ എടുത്തിട്ട് അപ്പം ഈ സർക്കുലേഷനും ഒരു 1 വർക്കിംഗ് 1 സ്റ്റാൻഡ് ബൈ പമ്പ് ഉണ്ടാവും. ഓരോ ടാങ്കിനും 1 വർക്കിംഗ് 1 സ്റ്റാൻഡ് ബൈ പമ്പ് ഉണ്ടാവും. സോളാർ ഹീറ്ററിലേക്കും നമ്മൾ ഗ്രാവിറ്റി ഫ്ലോയിലല്ല വെള്ളം പോകുന്നത്, പമ്പ്ഡാണ്. ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് സോളാർ പാനലിൽ കയറി സോളാർ പാനലിൽ നിന്ന് തിരിച്ചു വരണം. ഇതെല്ലാം ഇൻഡയറക്റ്റ് സർക്കുലേഷൻ ആണ്. സോ ഇറ്റ് വാസ് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്. പക്ഷെ വി ഡിഡ് ദാറ്റ് വർക്ക്. പക്ഷെ ഇതിനകത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് ടൈം ആയിരുന്നു ഇത്. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തു, ടാങ്ക് വന്നു. ടാങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം റൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി PLC കൺട്രോളിനാണ്. അപ്പൊ വി കുഡ് മെഷർ ദ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളിൽ മെഷർ ചെയ്യാം. ഇതിലൊരു BIS അതായത് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് മെർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടാങ്കില് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് ബിൽഡിങ്ങിലേക്ക് ആൾക്കാർ താമസം കുറവാണെങ്കിൽ അത് വേണേൽ ഷട്ട് ചെയ്യാം നമുക്ക്. ഈ 3-4 ടാങ്കിൽ ഒരു ടാങ്ക് വേണേൽ ഷട്ട് ചെയ്യാം. ബാക്കി 2 ടാങ്ക് മാത്രം വേണേൽ വർക്ക് ചെയ്യാം. ഇപ്പൊ ലെറ്റസ് സേ മേളത്തെ ഫ്ലോറിൽ ആൾക്കാരില്ല, അത് നമുക്ക് ഷട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഓട്ടോമേഷനും ഉണ്ട്. ഇപ്പൊ നമ്മളിത് റൺ ചെയ്യാൻ നോക്കിയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഒരു ലെവൽ കഴിഞ്ഞ് മേളിലേക്ക് പോകുന്നില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് നോട്ട് ഹാപ്പനിങ്. മനസ്സിലായില്ലേ? അപ്പൊ വി വെർ ബ്രേക്കിംഗ് അവർ ഹെഡ്, വി വെർ ഡിസ്കസിങ്. അപ്പം ഇത് ആലോചിക്കണം, കോവിഡ് ടൈമാണ്, നമുക്ക് ലിമിറ്റേഷൻ ഭയങ്കരമാണ്, ആൾക്കാർ ജോലി ചെയ്യാൻ. ഞങ്ങള് വി ഹാഡ് മെനി ടൈംസ് നമ്മൾ ട്രയൽസ് എടുക്കുകയാണ്. നമ്മൾ ആദ്യം പാനൽസ് വെച്ച് ട്രൈ ചെയ്തു, സോളാർ പാനൽ മാത്രം വെച്ച് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഒരു ലെവലിന് മുകളിലേക്ക് പോകുന്നില്ല, അതെങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്തുന്നില്ല, 42-43 ഡിഗ്രിയിൽ ഇങ്ങനെ നിൽക്കുക. അത് ദിവസങ്ങളോളം നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേർ ഇസ് എ മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സോളാർ പാനൽ അവോയ്ഡ് ചെയ്തിട്ട് ഹീറ്റ് പമ്പ് വെച്ച് മാത്രം റൺ ചെയ്തു. ഹീറ്റ് പമ്പ് മാത്രം വെച്ച് റൺ ചെയ്യുമ്പോൾ സോ വി നെവർ ഡൗട്ടഡ് ദിസ് ടാങ്ക്. മനസ്സിലായി? ഫൈനലി നമുക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായത് ഈ ടാങ്കിനുള്ളിൽ സംഭവം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡൗട്ടിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ എന്നിട്ട് ഈ ടാങ്ക് ഓപ്പൺ ചെയ്തു. മേളിലത്തെ ഈ സാധനം ഒരു മാൻ ഹോൾ ഉണ്ട്. മാൻ ഹോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് വെൻ വി ലുക്ക്ഡ് അറ്റ് ദിസ് തിങ് വി ആക്ച്വലി വാസ് ഷോക്ക്ഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത നമ്പർ ഓഫ് കോയിൽസ് കുറവാണ്. അത്രയും കോയിൽ ഇല്ല അവിടെ. നമ്മുടെ എക്സ്പെക്ടഡ് ലെവലിൽ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി വി കോൾഡ് റാക്കോൾ. വി ടോൾഡ് ദം, സീ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ബട്ട് ദേ വർ നോട്ട് അഗ്രീയിങ് ടു ദാറ്റ്. ദേ സെയിങ് ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ യു കം ആൻഡ് ഷോ us. നേരിട്ട് കാണിക്കാൻ പറഞ്ഞു.
അവര് വന്നിട്ട് ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് മണി ആക്ച്വലി. അതെ ഞാൻ അവര് പറഞ്ഞു വേറെ പമ്പ് വയ്ക്കണം, വി ഗോട്ട് സം പമ്പ്, വി ഗോട്ട് ഹയർ എന്നിട്ട് കപ്പാസിറ്റി. ശരിയായില്ല. ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും കൊണ്ട് നടക്കില്ല, ബിക്കോസ് ടെക്നിക്കലി തിയറി സേസ് ആ ഹീറ്റ് പമ്പ് ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസത്തില് ഫെയിൽ ആണെങ്കിൽ അത് നടക്കുന്നില്ല. ഫൈനലി ദേ എഗ്രി. ദേ വളരെ എന്താ പറയണ ഒരു മനസ്സില്ലാ മനസ്സോടെ അവർ എഗ്രി ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് വളരെ സ്ട്രിക്റ്റ് ആയി. ഞങ്ങൾ ഫോഴ്സ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു പറക്കില്ല. ദെൻ വാട്ട് ഹാപ്പൻ, ദേ agreed. They said okay, we will go ahead with making another tank. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഓൾറെഡി ടാങ്ക് ബിൽഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെ നമ്മൾ ഇത് മിറ്റിക് ചെയ്യും? ഞങ്ങൾ എന്നിട്ട് ഈ കോയിൽ വന്നു ഇവിടെ. കോയിൽ വി മാനുഫാക്ചർ, ഫസ്റ്റ് ഒരു കോയിൽ മാനുഫാക്ചർ ചെയ്തു. ആ കോയില് ഇവിടെ വന്ന് ഈ ടാങ്ക് ഒന്ന് ആലോചിച്ച് നോക്കണം, ഓൾറെഡി ദ പ്ലാന്റ് ഇസ് ഇൻസ്റ്റോൾഡ്, കംപ്ലീറ്റ്ലി പൈപ്പ് ലൈൻ മുഴുവൻ ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Hospital is almost getting ready because people are started moving in. Hospital ആണെന്ന് ആലോചിക്കണം. റെസ്റ്റോറന്റ് ഇസ് ഗെറ്റിംഗ് റെഡി, എവറിത്തിങ് ഇസ് റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കോയിൽ വന്നു. ഈ കോയിൽ വന്നിട്ട് ഈ ഒരു ടാങ്ക് ഞങ്ങൾ കട്ട് ചെയ്തു. ഒരു ടാങ്കിൽ നമ്മൾ പൈപ്പ് ഒക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വെരി ലിമിറ്റഡ്. ഈ ടാങ്ക് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആ ടാങ്ക് സെൻട്രലി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നേക്കുന്ന കോയിലിന്റെ 1/4 ഉള്ളൂ അകത്തുള്ള കോയിൽ. അത്രയും കുറവാണ്. ദെൻ വി ഫിക്സ് ദ കോയിൽ, ഫിക്സ് ചെയ്തു. എന്നിട്ട് ഈ ടാങ്ക് തിരിച്ച് വെൽഡ് ചെയ്തു. തിരിച്ച് വീണ്ടും അവിടെ കൊണ്ടുവച്ച് വെച്ചിട്ട് then we tested this tank. Then it was improving. Then we got to take all the 4 coils. അപ്പൊ അത്രയും സമയം നമ്മൾ ഒരു ഓൾമോസ്റ്റ് took about almost 30-40 days to get tank manufacturing. And finally 2 tanks ഒരു ടാങ്കിൽ വെച്ച് ഞങ്ങൾ റൺ ചെയ്തു. Then finally we got to ടേക്ക് ദ എൻറ്റയർ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കോയിൽ വരുന്നു, കോയിൽ ഹാസ് ടു ബി ലിഫ്റ്റഡ് അപ്പ്. ദെൻ വി ഹാവ് ടു ഗെറ്റ് എ സ്പെസിഫിക്, ഈ വെൽഡേഴ്സ് ഓൾസോ വി നീഡ് ടു ഗെറ്റ് എ വെരി സ്പെസിഫിക് വെൽഡേഴ്സ്. കാര്യം ഈ ടാങ്ക് കട്ട് ചെയ്തിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്. എന്നിട്ട് വേണം ഈ കോയിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് ഭയങ്കര തലവേദനയായിരുന്നു അത്. ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച് ആക്ച്വലി. എന്നിട്ട് ഇത് എൻറ്റയർ ഞങ്ങളുടെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ ടാങ്കിന് ടിഗ് വെൽഡിംഗ് എന്നാണ് പറയുന്നത്. ഈ ടിഗ് വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ബിക്കോസ് ലക്കിലി വി ഗോട്ട് ദിസ് സ്പെസിഫിക് വെൽഡേഴ്സ്. ഇതൊക്കെ ടിഗ് വെൽഡിംഗ് ഫാക്ടറി ചെയ്യേണ്ടതാണ്. ആ ഫാക്ടറി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് വി കുഡ് ഡു ദാറ്റ് ആൻഡ് വി കുഡ് റൺ ഇറ്റ് ആൻഡ് ഹാൻഡ് ഇറ്റ് ഓവർ ടു ദാറ്റ് പ്രശ്നം സോൾവ് ചെയ്ത്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണെങ്കിലും ഇൻ ദയർ വാല്യൂ ചെയിൻ അല്ലെങ്കിൽ അവരുടെ ആ എൻറ്റയർ ഇതില് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിപ്പം ദ ഹോൾ ഡാമേജ് came to you only. It comes to customer ഇല്ല, ഈവൻ അവരും വെണ്ടർ കൈവെക്കും. They don't even respond actually. നമ്മള് മാർക്കറ്റിംഗ് ഹെഡും അതുപോലുള്ള സെയിൽസ് ഹെഡിനും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നില്ല. Then finally we threatened them actually. ഈ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വാസ് threatening them because for them nothing to lose actually. അവർക്ക് ഈ ത്രെട്ടൻ ഒന്നും ബാധകമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ ഒരു സോളാർ വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര വേണം, എങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ഫോർമാറ്റിൽ അസസ് ചെയ്യുക? അത് നമ്മൾ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്കോംസിന്റെ ബില്ലാണ്. ഇപ്പൊ ഇത് ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് കാനറ ബാങ്കിന്റെ ബില്ലാണ്. അതിൽ പറയുന്നത് എനർജി ബില്ലാണ്. അതെ, ഇതില് പുള്ളിയുടെ യൂസേജ് അതായത് 18 കിലോവാട്ട് ആണ് പുള്ളിയുടെ കണക്റ്റഡ് ലോഡ്. അപ്പോൾ ഈ കൺസ്യൂമർ നമ്പറിലേക്ക് നമുക്ക് 18 കിലോവാട്ടിൽ താഴെയുള്ള കപ്പാസിറ്റി സോളറെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പ്രൊവൈഡഡ് ഇത് കണക്ട് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോമർ ഇതിന്റെ 70% മാത്രമേ നമുക്ക് സോളാർ കൊടുക്കാൻ പാടുള്ളൂ. ലെറ്റ് സേ ഒരു
100 കിലോ വാട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിൽ നിന്നാണല്ലോ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ആ ട്രാൻസ്ഫോമറിന്റെ അണ്ടറിൽ 70% സോളാർ വെക്കാൻ പറ്റും. അതായത് 100 കിലോ വാട്ടുള്ള ട്രാൻസ്ഫോമറിൽ 70 കിലോ വാട്ട് ട്രാൻസ്ഫോമർ സോളാറെ വെക്കാൻ പറ്റും. ആ 70 കിലോ വാട്ട് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ട്രാൻസ്ഫോമേഴ്സ്. അതിപ്പം ഒരു 90% ആയിട്ട് ഇപ്പൊ റീസെന്റ് ഗവൺമെന്റ് 90 വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ സൗര പ്രോജക്ട്, ഇപ്പൊ KSEBിയുടെ പ്രോജക്ട് കാരണം ഈ സോളാർ വളരെയധികം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മെട്രോയിൽ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കിയാൽ അറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ വീട്ടിൽ സോളാർ. ഇറ്റ് ഇസ് എ കോമൺ മാൻ ക്യാൻ ഗോ ഫോർ സോളാർ നൗ ബിക്കോസ് 1,50,000 rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 കിലോ വാട്ടിന്റെ സോളാർ വെക്കാം. അത് ഇറ്റ് വിൽ ഓഫ്സെറ്റ് ഒരു 5,500 rupees വരെ ഇലക്ട്രിസിറ്റി ബില്ല് ഓഫ്സെറ്റ് ആയിപ്പോൾ. അപ്പൊ യു സി ഹൗ മെനി മന്ത്സ് ഇറ്റ് ടേക്സ് ടു ഈക്വലൈസ് ദാറ്റ് തിങ്. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് 18 കിലോ വാട്ടാണ് കണക്റ്റഡ് ലോഡ്. അതിന്റെ അർത്ഥം 18 കിലോ വാട്ട് വരെ സോളാർ പ്രൊവൈഡ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഫീസിബിലിറ്റി ഉണ്ട്. ആ ഫീസിബിലിറ്റി ഹാസ് ടു ബി ഗിവൺ ബൈ ദ KSEB. അതിന് ഒരു വെബ്സൈറ്റ് പോർട്ടൽ ഉണ്ട് കേട്ടോ. ആ പോർട്ടലിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കൺസ്യൂമർ നമ്പർ കൊടുക്കുക, ആ പോസ്റ്റ്, അതായത് ഏത് ട്രാൻസ്ഫോമർ കൊടുക്കുക, അതായത് ഡിസ്ട്രിക്ട്, പിന്നെ കൺസ്യൂമർ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. ആദ്യം കൺസ്യൂമർ നമ്പർ കൊടുക്കുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം, പിന്നെ ഏത് സെക്ഷൻ ആണ് സെലക്ട് ചെയ്യാം, പിന്നെ യു ഹാവ് എ ട്രാൻസ്ഫോമർ നെയിം ഓൾസോ. ഈ ബില്ലിനകത്ത് തന്നെ ട്രാൻസ്ഫോമർ നെയിം ഉണ്ട്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബില്ല് ഉണ്ടെങ്കിൽ ബില്ല് വെച്ചാൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ആ പോർട്ടലില് ആ പ്ലേസില് നിങ്ങൾക്ക് സോളാർ വെക്കാൻ പറ്റുമോ, എത്ര ബാക്കിയുണ്ട്, ആ ട്രാൻസ്ഫോമറിന്റെ അണ്ടിൽ എത്ര ബാക്കി ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു മന്ത്ലി ബില്ലാണ്. മന്ത്ലി ബില്ലെന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പൊ 2140 യൂണിറ്റ് ആണ് ഒരു മാസം വന്നേക്കുന്നത്. ഇപ്പൊ ഡെയിലി എത്ര കൺസ്യൂം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ 2140 ഡിവൈഡ് ബൈ 30. അപ്പൊ ഒരു ഫിഗർ കിട്ടുമല്ലോ. ലെറ്റ് സേ 100 യൂണിറ്റ്, 70 യൂണിറ്റ്. ആ 70 യൂണിറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ ആ 4 എന്ന് പറയുന്നത് 1 കിലോ വാട്ട് സോളാർ കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യും. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കപ്പാസിറ്റി ആയിരിക്കും നമ്മൾ ഈ ബില്ല് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോളാർ. അത് ശരി, അങ്ങനെയാണ് മനസ്സിലായില്ലേ? അപ്പൊ ലെറ്റസ് എക്സാമ്പിൾ ദിസ് 2140 ഡിവൈഡഡ് ബൈ 30 which will give you 71. Again further divided by 4 will give you 18 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബില്ലിൽ എനർജി ചാർജ് എന്ന് പറഞ്ഞ സാധനം 0 ആക്കാം. പക്ഷെ അഗെയിൻ യു മേ ഹാവ് ടു ഗിവ് 2-3 ഫിക്സഡ് ചാർജസ്. ഒന്ന് ഒരു ഫിക്സഡ് ചാർജ് പറഞ്ഞിട്ടുണ്ട്, അതായത് 3420 രൂപയാണ് ഫിക്സഡ് ചാർജ് വന്നേക്കുന്നത്. പിന്നെ ഒരു ഒരു മീറ്റർ ചാർജ്, മീറ്റർ റെന്റൽ അത് വരും മാൻഡേറ്ററി ആണ്. ബാക്കിയുള്ള എനർജി ചാർജ് അല്ലെങ്കിൽ എനർജി ഡ്യൂട്ടി, എനർജി ചാർജിന്റെ 10% ആയിരിക്കും ഡ്യൂട്ടി വരുന്നത്. ആ ഡ്യൂട്ടി പോവും, എനർജി ചാർജ് പോവും. ഓഫ് കോഴ്സ് നിങ്ങളുടെ GST കറസ്പോണ്ടിങ് ആയിട്ടുള്ള GSTയിലും കുറവ് വരും. 0 ബില്ലാണെങ്കിൽ അത്രേ വരുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഫ് യു കാൽക്കുലേറ്റ് ദിസ്, ഞങ്ങളൊരു ROI എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 40-50 മാസത്തിൽ ഒരു കൊമേഴ്സ്യൽ ബില്ല് 0 ആക്കാം. ബിക്കോസ് കൊമേഴ്സ്യലി യു ആർ ഗിവിംഗ് മോർ ഹയർ താരിഫ്. സോ ഒരു 40 to 50 monthsന് ഉള്ളിൽ ദിസ് ക്യാൻ ബി ഓഫ്സെറ്റ്. I mean, I'm telling about, I'm not considering the interest part. ഇൻട്രസ്റ്റ് പാർട്ടും കൂടെ നോക്കുകയാണെങ്കിൽ 60 മാസത്തിനുള്ളിൽ നമുക്ക് പൈസ എടുക്കാം. അതായത് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നു. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. കാര്യം എനർജി കോസ്റ്റ് ഇസ് എവറി ഇയർ ഇറ്റ് ഈസ് റൈസിംഗ്. അത് വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓഫ്സെറ്റ് ചെയ്താലും ലാഭമാണ്. കൊമേഴ്സ്യലി വളരെ ലാഭമാണ്. ഡൊമസ്റ്റിക് ഓൾസോ ഇസ് ബിക്കം വെരി വയബിൾ നൗ ബിക്കോസ് ഓഫ് ദ സബ്സിഡി. സബ്സിഡി ഡൊമസ്റ്റിക്കിന് മാത്രമേ ഉള്ളൂ. ഡൊമസ്റ്റിക് സിസ്റ്റത്തിന് മാത്രമേ നമുക്ക് നിലവിൽ സബ്സിഡി ഉള്ളൂ. അതായത് ഒരു ബെഞ്ച് മാർക്ക് റേറ്റിന് 40% വരെ 3 കിലോ വാട്ടിനും 3 കിലോ വാട്ട് മേളിലോട്ടുള്ളതിന് 20% സബ്സിഡി കൊടുക്കുന്നത്. സബ്സിഡി അഗെയിൻ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇറ്റ് ഇസ് ബിക്കം, ഇൻ കേസ് ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ എനർജി നമ്മൾ വാങ്ങുന്ന ഇലക്ട്രിക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും.
അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ 500 യൂണിറ്റ് ആണ് നിങ്ങളുടെ ജയമോട്ട കൺസംഷൻ എങ്കിൽ 600 യൂണിറ്റ് നിങ്ങൾ 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 500 യൂണിറ്റ്സ് ഇസ് ഓഫ് സെറ്റ്. 100 യൂണിറ്റ് ബാക്കി 100 യൂണിറ്റ്സിന്റെ സോളാറിന്റെ ആ സോളാറിന് ഒരു സെറ്റ് ചെയ്ത Set ചെയ്ത റേറ്റ് rate. ഒരു 3 റുപ്പിയോ സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. അതിനുള്ള പൈസ ദേ വിൽ ട്രാൻസ്ഫർ ഇറ്റ് യുവർ അക്കൗണ്ട്. ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒരു ഡേറ്റ്. അപ്പൊ ഒരു സമയത്ത് നമുക്ക് ലോസ് ആവുന്നില്ല. കൂടുതൽ ഉത്പാദിച്ചാൽ പൈസ തിരിച്ചു, കുറച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിയതിന്റെ കാശ് കൊടുക്കുക, ബാലൻസ് ഉള്ളതിന്റെ മാത്രം കൊടുത്താൽ മതി. So the EV is becoming very popular now, and even it is becoming cost effective now. ഒരു സിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഗോ ഫോർ ആൻ EV. ഇപ്പം ടാറ്റയുടെ EV ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 lakhs താഴെ വരുന്നുണ്ട് ചെറിയ EVകൾ. സിട്രോൺ ഇസ് അബൌട്ട് 14 lakhs or 13 lakhs. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റിക്കകത്തുള്ള ഇപ്പൊ നിങ്ങളൊരു ആവറേജ് ഒരു 15,000 rupees ഡീസൽ അടിക്കുന്ന ഒരാളാണെങ്കിൽ ആൻഡ് ദ കോസ്റ്റ് ഓഫ് എനർജി യു ക്യാൻ പുട്ട് ഇറ്റ് ഫോർ EMI and you put a solar in your house, you charge it this thing and it will become totally free for you. അപ്പൊ എന്തായാലും നിയർ ഫ്യൂച്ചറിൽ തന്നെ EVയും അതുപോലെ സോളാർ പാനൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും EV മേടിക്കുന്ന, ഞാൻ മുമ്പേ ജയമോനോട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഈസ് കോൾ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പൊല്യൂഷൻ ലെവൽ കൂടുതലാണ്. ഒരു യൂണിറ്റ് പവർ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അറൌണ്ട് 750 grams ഓഫ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് പോകുന്നതിന്റെ കൂടെ ഒത്തിരി അധികം പൊല്യൂഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് കാർബൺ മോണോക്സൈഡ്, ദർ ഇസ് ലോട്ട് ഓഫ് അതർ വിഷമുള്ള, നമുക്കറിയാലോ ഡൽഹിയുടെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള പൊല്യൂഷൻ വെളിയിലേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ദർ ഇസ് നോ പോയിന്റ് ഇൻ ജസ്റ്റ് ബൈയിങ് എൻ EV ആൻഡ് പുട്ടിങ് ഇറ്റ് ഇൻ യുവർ ഗ്രിഡ് വിച്ച് ഈസ് നോട്ട് സോളാർ അല്ലെ? നമ്മൾ വീണ്ടും പൊല്യൂഷൻ ചെയ്യണം. നിങ്ങൾ അവിടെ ഡീസൽ കത്തിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു IC എഞ്ചിൻ IC എഞ്ചിൻ വെച്ച് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പുക വെളിയിലേക്ക് വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു EV ഒരു 30 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 30 into 750 ഓൾമോസ്റ്റ് 20 kilogram ഓഫ് കാർബൺ ഡയോക്സൈഡ് യു ആർ എമിറ്റിംഗ് ദാറ്റ് മച്ച്. അപ്പൊ അത് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ചാർജ് ഇറ്റ് വിത്ത് സോളാർ ഔട്ട്പുട്ട്. ഇപ്പൊ ചിലർ പറയാണ് എനിക്ക് അതൊന്നും പ്രശ്നമല്ല, എനിക്ക് കാശുണ്ട്, ഞാൻ കറണ്ട് ചാർജ് അടച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ഡീസൽ വണ്ടി ഓടിച്ചോളാം, പെട്രോൾ വണ്ടി ഓടിച്ചോളാം. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ ആ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് തന്നെ എടുത്തു നോക്കൂ. കഴിഞ്ഞ 2018-ലും 19-ലും ഒക്കെ നമുക്ക് വി ഹാഡ് എ ഫ്ലഡ് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഈ വർഷം തന്നെ നിങ്ങൾ നോക്കിയോളൂ, ഡ്യൂറിങ് ഡിസംബർ വി ഹാഡ് വെരി ഹോട്ട് ഡേയ്സ്. ഇൻ ഫെബ്രുവരി യു ഹാവ് റീസണബിളി ബെറ്റർ ടെമ്പറേച്ചർ. സോ ദ ടെമ്പറേച്ചർ ഈസ് വേരിയിങ് വെരി മച്ച്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള ഇത് നോക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈക്കാളിലും നവംബറിൽ മഴ കൂടുതൽ കിട്ടി. നമ്മളിത് മോണിറ്റർ ചെയ്യുന്ന നമുക്ക് നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് അപ്പം ക്ലൈമറ്റ് ഇസ് ആക്ച്വലി ചേഞ്ചിങ്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്? വി ആർ പൊല്യൂട്ടിങ് ദിസ് യൂണിവേഴ്സ് മോർ ദാൻ വാട്ട് വി എക്സ്പെക്ടഡ് ടു ഡു അല്ലെ? നമ്മൾ ഇന്ന് ജീവിച്ചു, നമ്മൾ ഈ ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലത്തിനെ നമ്മൾ നീറ്റാക്കിയല്ലേ കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ പൈസ ഉണ്ട്, നമുക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, പ്രകൃതി ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ നമ്മുടെ കൾച്ചർ കുറച്ച് നന്നാവാനുണ്ട് എല്ലാവരുടെ സൈഡിൽ. നമ്മള് ലുക്ക് അറ്റ് കേരള എസ്പെഷ്യലി, നമ്മളെപ്പോഴും വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് അബുണ്ടൻസ്. നമുക്കൊരു വാട്ടർ ഷോർട്ടേജ് ഇല്ല, നമുക്ക് വേറെ ഒരു രീതിയിലുള്ള ഷോർട്ടേജ് ഇല്ല. അത്യാവശ്യം നമുക്ക് സ്ഥലം, വീട്, മഴയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടാണ്. വലിയ ചൂടുമില്ല, വലിയ തണുപ്പില്ല. നല്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ സിറ്റുവേഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 750 അഗൈൻ ഐ എം കമ്മിങ് ബാക്ക് ടു ദി സെയിം സബ്ജക്ട്. നമ്മൾ ആൾക്കാർ പറയും നമ്മൾ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ, മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഓഫ്സെറ്റ് ചെയ്യുന്നു. പക്ഷേ യുനോ ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റഡി ഓൺ ഹൗ മച്ച് ട്രീ ക്യാൻ അബ്സോർബ്. ആൻഡ് ബ്യൂറോ വെരിറ്റാസ് വളരെയധികം പബ്ലിഷ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂജ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ആൽമരം ഒരു വർഷം 20 kilogram കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നുള്ളൂ.
മനസ്സിലായോ? അതെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം 15 കിലോഗ്രാം കാർബൺ ഡയോക്സൈഡ് വെളിവിടുന്നു. അപ്പൊ അത് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര മരം വെച്ച് പിടിപ്പിക്കണം? 365 മരം വെച്ച് പിടിപ്പിക്കണ്ടേ? ടെക്നിക്കലി ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്. അപ്പം ഇതൊക്കെ കുറയ്ക്കാന്നുള്ളത് മാത്രമാണ് വഴി. അതെ, നമ്മൾ വീടിന്റെ ചുറ്റും 4 മരം വെച്ചതുകൊണ്ട് നമ്മൾ എന്നിട്ട് അതിനേക്കാൾ ഷുഡ് ബി ഒരു ഇക്വിലിബ്രിയം വേണമല്ലോ, ബാലൻസ് വേണം. അതെ അതെ. നിങ്ങൾ എന്ത് പൊല്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ഓഫ്സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? അതെ. അപ്പൊ നമ്മൾ എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുമോ, എത്രത്തോളം എനർജി കുറച്ച് ജീവിക്കാൻ പറ്റുമോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ നോക്കുന്നില്ല, പ്ലാസ്റ്റിക് കത്തിക്കല് ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ സിറ്റുവേഷൻ പിന്നെ വൾഗറാക്കാണ്. നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുക. നമ്മളെപ്പോഴും ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് അബൌട്ട് സ്റ്റോറി വേർ നമ്മൾ എന്താ ഒരു കടൽ തീരത്ത് ഒരാൾ നടന്നു പോകുമ്പോ ഒരു കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നു, ജെല്ലി ഫിഷിന്റെ കാര്യം ഓരോ ജെല്ലി ഫിഷിനെ എടുത്ത് കടലിലേക്ക് ഇടുകയാണ്. അപ്പൊ ഒരാൾ വന്ന് ചോദിക്കണം, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ എത്ര ജെല്ലി ഫിഷിനെ എടുത്തിടും? പക്ഷെ അയാൾ പറഞ്ഞു, ദിസ് വൺ ജെല്ലി ഫിഷ് ഇറ്റ് മാറ്റേഴ്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം. ബാക്കിയുള്ളവര് എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പൊ ഇന്നിപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പം വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ കിച്ചണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ഒരു 2 കിലോഗ്രാം വേസ്റ്റ് ആവും. ഈ 2 കിലോഗ്രാം വേസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് നമ്മൾ വേസ്റ്റ് കാരനെ ഏൽപ്പിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ദർ ഇസ് അവൈലബിൾ സിസ്റ്റം അവൈലബിൾ. നമ്മുടെ വീട്ടിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ മതി ഈ സാധനം വെക്കാൻ. ഈ വേസ്റ്റ് നമുക്ക് വെള്ളം കളഞ്ഞ്, അതായത് അറക്കപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം അബ്സോർവ് ആകും. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല മാനുവറായി, 15 ഡേയ്സ് കൊണ്ട് മാനുവറായി ചെടിക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ള കാര്യമുള്ളൂ. പക്ഷെ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആവുക. അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കൊണ്ടുപോകുന്ന വേസ്റ്റ് പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ സിസ്റ്റം വെച്ച് നടക്കില്ല. നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമ്മള് ആ ഒരു റെസ്പോൺസിബിലിറ്റി കളയാണ്. അതോടുകൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. എന്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. യു ക്യാൻ കം ആൻഡ് സീ. ഒരു 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 സാധനം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇടും. എന്നിട്ട് ഈ ഫില്ല് 15 ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി പൊടിഞ്ഞു പോകും. യു ക്യാൻ യൂസ് ദാറ്റ് ഫോർ മാനുവർ. മനസ്സിലായില്ലേ? ചെടിക്കിടാം. ഇപ്പൊ നമ്മുടെ സോളാർ പാനലില് ഇപ്പൊ പുതുതായിട്ട് വരുന്ന അഡ്വാൻസ്മെന്റ് എന്തൊക്കെ ടെക്നോളജിയാണ് നമ്മുടെ പാനൽസിലുള്ളത്? ആക്ച്വലി സ്പീക്കിംഗ്, ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒത്തിരി മാനുഫാക്ചറേഴ്സ്, സോളാർ പാനൽ മാനുഫാക്ചറേഴ്സ് ആയി തുടങ്ങി. ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ലൈക്ക് അദാനി, അങ്ങനെയുള്ള ഇപ്പം റിലയൻസ് ഇസ് ടേക്കൺ ഓവർ എ കമ്പനി ഇൻ സിംഗപ്പൂർ. REC എന്ന് പറഞ്ഞൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ ലോട്ട് ഓഫ് സ്മോൾ മാനുഫാക്ചറേഴ്സും ബിഗ് ടൈം മാനുഫാക്ചറേഴ്സും വന്നു തുടങ്ങി. അപ്പോൾ ജനറലി ഈ വേൾഡ് ഓവർ പുതിയ ടെക്നോളജി, ഇപ്പം ആദ്യം ഉണ്ടായിരുന്നത് നമുക്ക് പോളിക്രിസ്റ്റലൈൻ പാനലായിരുന്നു. ക്രിസ്റ്റലൈൻ അതിനൊരു 16 to 17% എഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതൊരു ഇംപ്രൂവൈസ് ചെയ്ത് ഒരു 19% വരെയൊക്കെ എഫിഷ്യൻസി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോണോ പെർക്ക് എന്ന് പറഞ്ഞൊരു പാനൽ വന്നു. മോണോ പാനൽ ആദ്യം വന്നു. അത് കഴിഞ്ഞ് മോണോ പെർക്ക് എന്ന് പറഞ്ഞ പാനൽ വന്നു. അത് കഴിഞ്ഞിട്ട് മോണോ പെർക്ക് ഹാഫ് കട്ട് എന്ന് പറഞ്ഞ പാനൽ വന്നു. അതിനുശേഷം മോണോ പെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽ, അതായത് ഈവൻ ബോട്ടം ഏരിയ, ബിക്കോസ് പാനൽസ് കണ്ടിട്ടുണ്ട്, മേളില് ഗ്ലാസ് ഉണ്ടാവും, പിന്നെ സോളാർ മോഡ്യൂൾ, അതിന്റെ താഴെ പ്ലാസ്റ്റിക് ഇതായിരിക്കും, അതിന്റെ ഫ്രെയിം ഉണ്ടാവും, അങ്ങനെയാണല്ലോ വരുന്നത്.